Importance and significance of microeconomics. മൈക്രോഇക്കണോമിക്സിന്റെ പ്രാധാന്യം എന്തെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, അണ്ടർസ്റ്റാൻഡിങ് ഓപ്പറേഷൻ ഓഫ് ഇക്കോണമി അറ്റ് എ മൈക്രോ ലെവൽ. ഒരു ഇക്കോണമിയുടെ പ്രവർത്തനങ്ങളെ, ഏറ്റവും താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങളെ മനസ്സിലാക്കാനായിട്ട് മൈക്രോ ഇക്കണോമിക്സ് സഹായിക്കുന്നു. The study of microeconomics helps us in understanding various market situations which are possible in an economy. It helps in understanding the economic reasons behind the decisions like what to produce, for whom to produce, how much to produce, etc. ഒരു ഇക്കോണമിയുടെ ഏറ്റവും താഴെ തട്ടിലുള്ള, ഏറ്റവും സൂക്ഷ്മ തലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അത് മൈക്രോ ഇക്കണോമിക്സിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഇക്കോണമിയിൽ എടുക്കേണ്ട പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തുൽപാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഈ വിഷയങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കണമെങ്കിൽ അത് മൈക്രോ ഇക്കണോമിക്സിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് വൺ, optimization of resource allocation. The study of microeconomics helps in understanding that how a firm or an industry can maximize its production efficiency and the profit by appropriate allocation and utilization of resources at its disposal. ഒരു ഫേമിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് തങ്ങളുടെ കൈവശമുള്ള വിഭവങ്ങളെ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് അവയുടെ ഉൽപാദനക്ഷമത അല്ലെങ്കിൽ അവരുടെ ലാഭം എങ്ങനെ മാക്സിമൈസ് ചെയ്യാം എന്നുള്ള കാര്യം മൈക്രോ ഇക്കണോമിക്സിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ റിസോഴ്സ് അലോക്കേഷന്റെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതി അല്ലെങ്കിൽ തലം ഏതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് മൈക്രോ ഇക്കണോമിക്സിലൂടെ മാത്രമേ സാധിക്കൂ. മറ്റൊന്ന് മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് ആണ്. The study of microeconomics helps in the determination of optimum production point for a firm or an industry. The theory also helps in determining the point of cost minimization for a firm. ഒരു ഫേമിനെ സംബന്ധിച്ച്, ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് അതിന്റെ ഒപ്റ്റിമം പ്രൊഡക്ഷൻ പോയിന്റ് ഏതാണ്, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ചെലവ് കുറഞ്ഞ പോയിന്റ് ഏതാണെന്ന് മനസ്സിലാക്കാൻ, ലൈക്ക് ഹൗ ടു മിനിമൈസ് ദ കോസ്റ്റ്, എങ്ങനെ കോസ്റ്റ് മിനിമൈസ് ചെയ്യാം എന്ന് മനസ്സിലാക്കുന്നതിന് മൈക്രോ ഇക്കണോമിക്സ് സഹായിക്കുന്നു. നെക്സ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ് കൺസ്യൂമർ ബിഹേവിയർ. ദ സ്റ്റഡി ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി തിയറി, റിവീൽഡ് പ്രിഫറൻസ് ഹൈപ്പോത്തസിസ്, കൺസ്യൂമർ ഇൻഡിഫറൻസ് കർവ്സ് എറ്റ്സെട്ര give a useful insight into consumer behavior and thus help in understanding and predicting the consumer behavior in varied market situations. ഇവിടെ കൺസ്യൂമറിന്റെ ബിഹേവിയർ മനസ്സിലാക്കാനായിട്ട് മൈക്രോ ഇക്കണോമിക്സ് സഹായിക്കുന്നു. അതിലൂടെ മാർജിനൽ യൂട്ടിലിറ്റി തിയറി ഉണ്ട്, റിവീൽഡ് പ്രിഫറൻസ് ഹൈപ്പോത്തസിസ് ഉണ്ട്, ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ഉണ്ട്. ഇതൊക്കെ കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ കൺസ്യൂമറിന്റെ വ്യത്യസ്ത മാർക്കറ്റ് സിറ്റുവേഷനുകളിൽ, മാർക്കറ്റ് സാഹചര്യങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് പ്രൊഡിക്റ്റ് ചെയ്യാനൊക്കെ നമ്മെ സഹായിക്കുന്നത് മൈക്രോ ഇക്കണോമിക്സ് ആണ്. മറ്റൊന്ന് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. ഡിമാൻഡിനെ മുൻകൂട്ടി കാണാൻ സഹായിക്കുന്നു. ദ തിയറി ഓഫ് ഡിമാൻഡ് ആൻഡ് ഡിമാൻഡ് അനാലിസിസ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എറ്റ്സെട്ര help in understanding the predicting demand of a product. ഭാവിയിൽ ഒരു ഉൽപ്പന്നത്തിന്റെ ഡിമാൻഡ് എന്തായിരിക്കുമെന്ന് മുൻകൂട്ടി കാണാൻ, പ്രവചിക്കുവാനായിട്ട് മൈക്രോ ഇക്കണോമിക്സ് സഹായിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട തിയറി ഓഫ് ഡിമാൻഡും അതുപോലെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഒക്കെ നമ്മെ സഹായിക്കുന്നുണ്ട്. മറ്റൊന്ന് ഇമ്പാക്ട് ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ്, ഇൻകം, പ്രൈസസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് എറ്റ്സെട്ര ഓൺ ദി ഡിമാൻഡ് ഫോർ എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിൽ അതിന്റെ പ്രൈസും
അതിന്റെ ആ ഇൻകവും മറ്റ് അതുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ വിലയൊക്കെ ഉണ്ടാവുന്ന മാറ്റം എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് മൈക്രോ ഇക്കണോമിക്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. The study of microeconomic theory can help an individual firm to understand the impact of change in price, income, price related goods, etc., or the demand for the goods or service which the firm is offering to the market. ഒരു ഫേമിനെ സംബന്ധിച്ച് തങ്ങൾ മാർക്കറ്റിൽ വിൽക്കുന്ന ഓഫർ ചെയ്യുന്ന ഉൽപ്പന്നം, ആ ഉൽപ്പന്നത്തിൽ ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റം എപ്പോഴാണ്, അതുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റം, അല്ലെങ്കിൽ ഇൻകത്തിൽ ഉണ്ടാകുന്ന മാറ്റം, അല്ലെങ്കിൽ അതിന് തന്നെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റം, ആ ഡിമാൻഡിൽ എന്ത് മാറ്റം ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കാനായിട്ട് മൈക്രോ എക്കണോമിക്സ് സഹായിക്കുന്നു. മറ്റൊന്ന് ഗവൺമെന്റ് പോളിസി മേക്കിംഗ്. ഗവൺമെന്റിനെ സംബന്ധിച്ച് നയങ്ങൾ രൂപീകരിക്കുന്നതിൽ മൈക്രോ എക്കണോമിക്സ് സഹായകരമാണ്. The study of demand theory, supply theory, market theory, etc. can help the government in policy making at a macro level. ഒരു ഇക്കോണമിയെ സംബന്ധിച്ചുള്ള ഗവൺമെന്റ് നയങ്ങൾ രൂപീകരിക്കുന്നതിന് തിയറി ഓഫ് ഡിമാൻഡും തിയറി ഓഫ് സപ്ലൈയും മാർക്കറ്റ് തിയറിയൊക്കെ സഹായിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, the study of microeconomic theory can help in deciding appropriate tax policy, pricing policy of the public goods and services, impact of tax policy in reducing inequality of income and wealth. ഉദാഹരണം പറയുകയാണെങ്കിൽ മൈക്രോ എക്കണോമിക് തിയറി പഠിക്കുന്നതിലൂടെ ശരിയായ ടാക്സ് പോളിസി ഏതാണെന്നും പബ്ലിക് ഗുഡ്സിന്റെയും സേവനങ്ങളുടെയും ഒക്കെ പ്രൈസിംഗ് പോളിസി എന്തായിരിക്കണമെന്നും ടാക്സിന്റെ ഇമ്പാക്ട് എന്താണെന്നും ഒക്കെ, അത് ഇനീക്വാളിറ്റി എങ്ങനെ കുറയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായി നയരൂപീകരണം നടത്താൻ ഗവൺമെന്റിനെ സഹായിക്കുന്നുണ്ട്. മറ്റൊന്ന് ഫോറിൻ ട്രേഡ് ആൻഡ് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷൻ. വിദേശ വ്യാപാരത്തെയും അതുപോലെ എക്സ്ചേഞ്ച് റേറ്റ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നതിൽ മൈക്രോ എക്കണോമിക്സ് സഹായിക്കുന്നു. മൈക്രോ എക്കണോമിക് തിയറി ഓഫ് ഡിമാൻഡ്, സപ്ലൈ, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, etc. help in understanding the impact of change in tariff in the terms of trade. ഇപ്പോൾ മൈക്രോ എക്കണോമിക് തിയറി ആയിട്ടുള്ള ഡിമാൻഡ്, സപ്ലൈ, ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഇതൊക്കെ ടാരിഫിൽ ഉണ്ടാവുന്ന, നികുതിയിൽ ഉണ്ടാവുന്ന മാറ്റം ടേംസ് ഓഫ് ട്രേഡിൽ എത്ര മാറ്റം ഉണ്ടാക്കുന്നതിന് ഇമ്പാക്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. സിമിലർലി മൈക്രോ എക്കണോമിക് തിയറി ഓഫ് ഡിമാൻഡ്, സപ്ലൈ, etc. help in understanding the exchange rate determination process in the foreign exchange market. അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന പ്രോസസ്സ് മനസ്സിലാക്കാനായിട്ട് മൈക്രോ എക്കണോമിക് തിയറി ആയിട്ടുള്ള ഡിമാൻഡ് സപ്ലൈ ഒക്കെ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, മാക്സിമൈസേഷൻ ഓഫ് സോഷ്യൽ വെൽഫെയർ. The study of microeconomic theory can help in deciding the appropriate allocation of resources, commodities and output mix for the maximization of the social welfare. അപ്പൊ സാമൂഹ്യ ക്ഷേമം മാക്സിമൈസ് ചെയ്യാനുള്ള ഘടകങ്ങൾ എന്തെല്ലാമാണ്, അത് എങ്ങനെയാണ് മാക്സിമൈസ് ചെയ്യാൻ പറ്റുക, അത് മൈക്രോ എക്കണോമിക് തിയറി പഠിക്കുന്നതിലൂടെ സാധിക്കും. ഇതൊക്കെയാണ് മൈക്രോ എക്കണോമിക്സിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ്, അതും അല്ലെങ്കിൽ യൂസസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, താങ്ക് യു.